മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മ ഒരു തിരുവചനം എടുത്ത് വായിക്കാനായിട്ട് ബോധ്യപ്പെടുത്തിയതാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗം എങ്ങനെയാണ്? ലൂക്കയുടെ സുവിശേഷം 19-ാം അധ്യായം 33-ാം തിരുവചനം. വചനഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: ശിഷ്യന്മാര് വീട്ടുടമസ്ഥനോട് എന്ന് പറഞ്ഞാൽ ആ കഴുതയുടെ ഉടമസ്ഥനോട് പോയിട്ട് ചോദിച്ചു, ഈ കഴുതയെ ഞങ്ങൾക്ക് തരുമോ എന്ന്. അപ്പൊ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ വീട്ടുടമസ്ഥൻ ചോദിക്കുന്നു, ഇതിനെ എന്തിനാ കൊണ്ടുപോകുന്നേ എന്ന് ചോദിക്കുന്നതാണ് തിരുവചന പശ്ചാത്തലം. സ്നേഹമുള്ളവരെ, എന്തിനാണ് ഇങ്ങനെ ഒരു തിരുവചനം എടുത്തു തന്നത് എന്ന് ഞാൻ മാതാവിനോട് ചോദിക്കുമ്പോൾ മാതാവ് എന്നോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞോ, ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ വലിയ ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. ക്രൈസിസ് ഇൻ ദ സെൻസ് നോട്ട് മൈ പേഴ്സണൽ ക്രൈസിസ്, അതിനേക്കാൾ അപ്പുറത്തുള്ള എന്താണ് ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ദിനരാത്രങ്ങളാണ്. ആത്മീയമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന, ദൈവത്തെ ഇങ്ങനെ കുറെ കൂടെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ ഒരു തിരുവചനം തന്നിട്ട് പറഞ്ഞു, ആ കഴുതയുടെ ഉടമസ്ഥൻ പറയുന്നത് എന്തിനാണ് ഇതിനെടുത്തു കൊണ്ടുപോകുന്നേ എന്ന് ഒരു ചോദ്യം. എന്റെ സ്നേഹമുള്ളവരെ, ഈ ഒരു തിരുവചന ഭാഗം തന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, എന്റെ മോനെ, നീ ആ കഴുതയുടെ ഉടമസ്ഥനെ പോലെയാണ് ചില കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്താണ് നിന്റെ ജീവിതത്തിന്റെ അർത്ഥം, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നീ ഇങ്ങനെ എന്തിനാണ് കുറേയധികം കൺഫ്യൂഷൻ എന്ന് പരിശുദ്ധ അമ്മ എന്നോട് ചോദിക്കുക. എന്നിട്ട് അമ്മ പറയാണ്, ആ ശിഷ്യന്മാര് ചെയ്തതുപോലെ, ആ ശിഷ്യന്മാര് ആ കഴുതക്കുട്ടിയെ കൊണ്ടുപോയപ്പോൾ ആ കഴുതക്കുട്ടി വേറൊന്നും പറയാതെ എടുത്തതുപോലെ നീ നിന്റെ ജീവിതത്തെ കർത്താവിന് വിട്ടുകൊടുത്ത്, സഭയ്ക്ക് വിട്ടുകൊടുത്ത് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ അമ്മയായ ഞാൻ നിന്റെ കൈ പിടിക്കും. നിന്റെ അമ്മയായ ഞാൻ കൈ പിടിച്ച് നിന്നെ എൻ്റെ മകന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്റെ സ്നേഹമുള്ളവരെ, സത്യത്തിൽ ഇങ്ങനെയാണ് ഈ കഴുതയുടെ ഉടമസ്ഥൻ ചോദിക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെ കുറേ ദിവസങ്ങളായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് ദൈവാനുഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്തിനാണ് എന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്, എന്തിനാണ് എൻ്റെ ജീവിതം എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ കഴിഞ്ഞ രാത്രിയാണ് അതിനുള്ളൊരു ഉത്തരം തന്നിട്ട് പറയുന്നത്, നിന്റെ ജീവിതം ഒരു കഴുതയുടെ ജീവിതം പോലെയായി മാറണം. കഴുതയുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? കഴുതയുടെ ജീവിതത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? കഴുത കർത്താവിന്റെ അടുത്തേക്ക് വന്നപ്പോ കർത്താവ് ആ കഴുതയെ കൃപയുടെ അടയാളത്തിലേക്ക് കൊണ്ടുപോയി. ആ തിരുവചനത്തിന്റെ അവസാന ഭാഗം എങ്ങനെയാണ്? ആ ശിഷ്യന്മാര് അവര് കൂടി നിൽക്കുന്നവരെല്ലാം അത്ഭുതം കണ്ടു. ആ കഴുതയുടെ ഉടമസ്ഥൻ പോലും അത്ഭുതം കണ്ടു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞോ, ആ കഴുതയുടെ ഉടമസ്ഥൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഈ കഴുതയിൽ പറ്റുന്ന മാറ്റങ്ങള്. എന്നിട്ട് പരിശുദ്ധ അമ്മ എന്നോട് പറയാണ്, ഇതുപോലെ നീ നിന്നെ വിട്ടുകൊടുക്കണം. ആ കഴുതയുടെ ഉടമസ്ഥൻ കഴുതയെ വിട്ടുകൊടുത്തതുപോലെ നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ ആത്മാവിന് നീ സഭയ്ക്ക്, കർത്താവിന്റെ കൃപയ്ക്ക്, കർത്താവിന് വേണ്ടി നീ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവര്, പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു, ലോക സൗഖ്യത്തിന് വേണ്ടിയും ആത്മസൗഖ്യത്തിന് വേണ്ടിയും നീ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് അല്ലെങ്കിൽ നമ്മളോട് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ പറയുന്നത്, ഞാനിത് എൻ്റെ ഒരു അവസ്ഥ മാത്രമല്ല, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും അവസ്ഥ പരിശുദ്ധ അമ്മ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അനാവശ്യമായ ക്രൈസിസുകൾ, അനാവശ്യമായ ചിന്തകളിലേക്കൊന്നും നീ പോകണ്ട. നീ എന്ത് ചെയ്യണം? നീ എൻ്റെ കൈ പിടിക്കണം, പരിശുദ്ധ അമ്മയുടെ കൈ പിടിക്കണം. പരിശുദ്ധ അമ്മ സഭയിലുണ്ട്, സഭയുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അപ്പൊ അമ്മയോട് ചേർന്ന് നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ മകന്റെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകും. അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, അമ്മ ഇടയ കന്യകയാണ് എന്ന് പറഞ്ഞോ, ഒരു ഇടയന്റെ മനസ്സ് പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുണ്ട്. ആടുമാടുകൾ എങ്ങനെയാ മേയ്ക്കണ്ടേ, അല്ലെങ്കിൽ മൃഗസ്വഭാവം എന്താണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. അത് പരിശുദ്ധ അമ്മ പറയാണ്, എൻ്റെ മോനെ, നിന്റെയൊക്കെ ഉള്ളില്, നമ്മുടെയൊക്കെ ഉള്ളില്, മനുഷ്യരുടെ ഉള്ളിലൊക്കെ ഒരു മൃഗസ്വഭാവം ഉണ്ട്. ഈ മൃഗസ്വഭാവം അത് മാറിക്കിട്ടണമെങ്കിൽ നീ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരണം. അമ്മയുടെ അടുത്ത് അമ്മയോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ മൃഗസ്വഭാവം മാറി മനുഷ്യ സ്വഭാവത്തിലേക്ക് അമ്മ കൊണ്ടുപോകും. എന്നിട്ട് എന്താ ചെയ്യാം? അമ്മ ചെയ്യുന്ന ഒരു വലിയ കാര്യം, അമ്മയുടെ മകന്റെ സൗഖ്യത്തിലേക്ക്. അപ്പൊ അതിന് നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഈ ദിവസങ്ങളിൽ? അതാണ് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു പ്രത്യേക കാര്യം. പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്നു മുതൽ നീ ഏകാന്തതയിലിരുന്ന് കുറെ നേരം പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മ വന്ന് കൈപിടിക്കും. നീ തിരക്ക് പിടിച്ചു പോകുമ്പോ, മറ്റു കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോ പരിശുദ്ധ അമ്മ നിന്റെ അടുത്തേക്ക് വരില്ല. നീ ഏകാന്തതയിലിരുന്ന് തനിച്ചിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോ നിന്റെ ജീവിതത്തിൽ അത്ഭുതം.
എന്നിട്ട് പറഞ്ഞു, സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് വിശുദ്ധ കുർബാനയുടെ സമയത്ത് പരിശുദ്ധ അമ്മ കുറേ വചനം എടുക്കാൻ പറഞ്ഞു എന്നോട്. ആ വചനം നിങ്ങളോട് പറയുന്നത്, ഇന്ന് മുതൽ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം, ഒരു ആത്മസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കുറേ അധികം മനുഷ്യർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ സൗഖ്യമില്ല അച്ഛാ, മാനസികമായ ഒരുപാട് അസ്വസ്ഥതകളാണ്, രോഗപീഠകളാണ്, മാനസിക സംഘർഷങ്ങളാണ്, മനസ്സൊക്കെ ഇങ്ങനെ തകർന്നിരിക്കണം, മെന്റലി ഡിസ്റ്റർബഡ് ആണെന്ന് പറഞ്ഞ ഒത്തിരി മക്കള്. അവർക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, ഇനി വരുന്ന 33 ദിവസം അമ്മയുടെ മകന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 33 ദിവസം. ഇന്നു മുതൽ നമ്മൾ ഈ വീഡിയോ ആരൊക്കെ കാണുന്നോ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ കർത്താവ് തരുന്ന സൗഖ്യത്തെ കുറിച്ചുള്ള വീഡിയോയാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണണം. അങ്ങനെ 33 ദിവസം നിങ്ങൾ കടന്നു പോകണം. അതെന്താണ് പരിശുദ്ധ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, അത് ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കുന്ന കൃപയാണ്. എന്നിട്ട് എന്നോട് എടുക്കാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പഴയ നിയമത്തിന്റെ സംഭവം എടുക്കാൻ പറഞ്ഞു. പഴയ നിയമത്തിന്റെ സംഭവത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ തിരുവചനം എഴുതിയിരിക്കുന്നത് യെശയ്യായുടെ പുസ്തകം 51 അധ്യായം അതിന്റെ 2-ാം തിരുവചനം. യെശയ്യ 52, യെശയ്യായുടെ പുസ്തകം 51 അധ്യായം, യെശയ്യ 51. യെശയ്യ 51 എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. 51 അധ്യായം അതിന്റെ തിരുവചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഏകനായിരിക്കെ, അബ്രഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു. അബ്രഹാം ഏകനായി ഇരുന്നു. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ തിരക്കുകൾ, ബഹളങ്ങളുടെ ഒക്കെ പിന്നാലെ പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് മാറണം. എന്നിട്ട് ഏകാന്തതയിലിരിക്കണം. ഏകാന്തതയിലിരിക്കുമ്പോൾ കർത്താവ് നിന്നെ അടുത്ത് വിളിക്കും. പരിശുദ്ധ അമ്മ വഴി നിന്നെ അടുത്ത് വിളിച്ചു കൊണ്ടുപോയി നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് സൗഖ്യം നൽകും. നിങ്ങൾ അവരെ ഈ ലോകത്തിൽ സൗഖ്യം നൽകാൻ പരിശുദ്ധ അമ്മയുടെ മകനല്ലാതെ ലോകത്തിൽ ആർക്കും പറ്റില്ല. നിങ്ങൾ ഏത് മെന്റലിസ്റ്റിന്റെ അടുത്ത് പോയാലും, ഏത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാലും, ഏത് വലിയ ഡോക്ടറിന്റെ അടുത്ത് പോയാലും നിനക്ക് കിട്ടാൻ പോകുന്ന സൗഖ്യം ഒക്കെ പാർഷ്യൽ സൗഖ്യമാണ്, പാർഷ്യൽ ഹീലിംഗ് ആണ് നിനക്ക് ലഭിക്കുള്ളൂ. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മകന്റെ അടുത്ത് നീ ചെല്ലുമ്പോൾ അത് ഫുള്ളി ഹീൽഡ് ആവുന്ന ടോട്ടൽ ഹീലിംഗ് പ്രോസസ്സിലേക്ക് നിന്നെ കൊണ്ടുപോകും. അതാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. ഈ അബ്രാഹത്തിന് ലഭിക്കുന്നത് അവൻ ഏകാന്തതയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവന് സൗഖ്യം കൊടുത്തു, അവനെ അനുഗ്രഹിച്ചു എന്ന് തിരുവചനം. ഈ അടുത്ത തിരുവചന ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛനോട് എടുത്ത് വായിക്കാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. യെശയ്യായുടെ പുസ്തകം 53 അധ്യായം അതിന്റെ കൃപയുടെ വചനം 5-ാം തിരുവചനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ശിക്ഷ അത് നമുക്ക് രക്ഷയായി മാറി. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി മാറി, അവന്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. യെശയ്യ 53 അധ്യായം അതിന്റെ 5-ാം തിരുവചനമാണ് വളരെ കൃപയുടെ വചനം. അവൻ ഏറ്റെടുത്ത ശിക്ഷ എന്തിനാണ്? നിനക്ക് സൗഖ്യം നൽകാൻ. നിനക്ക് സൗഖ്യം ലഭിക്കും സ്നേഹമുള്ളവരെ, നിനക്ക് സൗഖ്യം തരും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഏകാന്തതയുടെ അടുത്ത് ഈശോ വരും. ദിസ് ഈസ് നോട്ട് ലോൺലിനെസ്. ഇത് എന്താ പറയാ, ഇങ്ങനെ തനിച്ചിരിക്കുന്ന അവസ്ഥയല്ല. ഇത് നീ ഏകാന്തതയിൽ കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ദിനരാത്രങ്ങളാണ്. അങ്ങനെ നീ ഇരുന്ന് പ്രാർത്ഥിച്ചോ. അതാണ് പരിശുദ്ധ അമ്മാച്ചനോട് പറഞ്ഞത്, മോനെ നീ വചനം വായിക്കണം. ആ വീട്ടുടമസ്ഥൻ പറഞ്ഞതുപോലെ നീ പറയരുത് എന്ന് പറഞ്ഞാൽ ഇത് എന്തിനെ കൊണ്ടുപോകണേ, അങ്ങനെ ചോദിക്കരുത്, കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവ്, നിന്റെ മനസ്സ്, നിന്റെ ശരീരമൊക്കെ ഇങ്ങനെ കർത്താവിന് വിട്ടുകൊടുക്കണം. ആ വീട്ടുടമസ്ഥൻ അത്ര നാൾ എടുത്തു വെച്ച സമയത്ത് ഈ കഴുതയെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല. കഴുതയെ ഇങ്ങനെ വെറുതെ വീട്ടുടമസ്ഥൻ ഇങ്ങനെ വെച്ചു. പക്ഷെ വീട്ടുടമസ്ഥൻ അത്ഭുതം കണ്ടത് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ കഴുതയെ വിട്ടുകൊടുത്തപ്പോഴാണ്. ആ കഴുതയുടെ ഉടമസ്ഥൻ കഴുതയെ വിട്ടുകൊടുത്തതുപോലെ നീ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. ദൈവത്തിന്, ക്രിസ്തുവിനെ നീ വിട്ടുകൊടുക്കുമ്പോൾ അവനിലൂടെ വലിയ സൗഖ്യങ്ങൾ നിന്നില് അരങ്ങേറും. നിന്റെ ലോൺലിനെസ്, പാർഷ്യൽ ആയിട്ടുള്ള സൗഖ്യങ്ങൾ മാറി കർത്താവിന്റെ കൃപയുടെ ഇന്റഗ്രൽ ഹീലിംഗ് പ്രോസസ്സ് നിന്നിൽ സംഭവിക്കുന്നു പറയാം. എന്നിട്ട് കർത്താവ് അച്ഛനോട് അടുത്തത് എടുക്കാൻ പറഞ്ഞ തിരുവചന ഭാഗം എങ്ങനെയാണ്? ലൂക്കായുടെ സുവിശേഷത്തിന്റെ 2 പ്രധാനപ്പെട്ട അധ്യായങ്ങൾ എന്റെ മക്കളൊന്ന് പോയിട്ട് അത് വായിക്കണം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും 2 വ്യക്തികളെ കാണുന്നുണ്ട്. ഒന്ന് 13-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ കാണുന്നത് ഒരു കൂനുള്ള മോളാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വലിയ രോഗാവസ്ഥയിലുള്ള മകള്. അവള് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, യേശു അവളെ അടുത്തേക്ക് വിളിച്ചു. യേശു അടുത്തേക്ക് വിളിച്ചപ്പോ അവള് മാറിപ്പോയോ, ഈശോ സൗഖ്യം കൊടുത്തേനില്ല. അതാണ് ഈശോയുടെ അടുത്തിരിക്കണം എന്ന് വീണ്ടും വീണ്ടും പരിശുദ്ധ അമ്മ പറയണത്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ അടുത്തേക്ക് അവൾ വന്നു.
ഈശോ അടുത്ത് വിളിച്ചു. ഈശോ അടുത്ത് വിളിച്ചപ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞാൽ അവള് പോയി കഴിഞ്ഞാൽ ഈശോ സൗഖ്യം കൊടുത്തില്ല, അല്ലെങ്കിൽ ഈശോ അവിടെ പോയി സൗഖ്യം കൊടുത്തു എന്നല്ല തിരുവചനം എഴുതിയിരിക്കുന്നത്. ഈശോ വിളിച്ചപ്പോൾ അവൾ ഓടി ഈശോയുടെ അടുത്തേക്ക് വന്നു. ഈശോയുടെ അടുത്ത് വന്നിരുന്ന് ഈശോയെ ഇതാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് പങ്കുവെച്ചപ്പോൾ ഈശോ അവളെ ഇങ്ങനെ സൗഖ്യപ്പെടുത്തി എന്ന തിരുവചനം കണ്ടോ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൾ വന്നപ്പോൾ യേശു പറഞ്ഞു, ലൂക്ക 13:13, അവൻ അവളുടെ മേൽ കൈവച്ചു, തൽക്ഷണം അവൾ സൗഖ്യമുള്ളവളായി തീർന്നു. 13:13 സൗഖ്യമുള്ളവളായി തീർന്നു. അപ്പൊ നമുക്ക് ഏത് മേഖലയിലാണോ സൗഖ്യം വേണ്ടത്? ആത്മാവിന്റെ സൗഖ്യമാണോ? പ്രാർത്ഥിക്കണം. ആത്മസൗഖ്യമാണോ? പ്രാർത്ഥിക്കണം. രോഗസൗഖ്യമാണോ? പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും സൗഖ്യമാണോ? ഈ ദിവസങ്ങളിൽ നാളെ മുതൽ നമ്മൾ പ്രത്യേകം ആരംഭിക്കുന്ന 33 ദിവസത്തെ സൗഖ്യ പ്രാർത്ഥന അത് നിങ്ങൾ ചൊല്ലണം. അത് ചൊല്ലിക്കഴിഞ്ഞാൽ കർത്താവ് ഈ ലൂക്കാ സുവിശേഷം 13:13 പറയുന്നത് പോലെ യേശു കൈവെച്ച് അവൾ അനുഗ്രഹിച്ചതുപോലെ, കൈവെച്ച് അവളെ സുഖപ്പെടുത്തിയതുപോലെ നിന്നെ സുഖപ്പെടുത്തും. ഇനി 14-ാം അധ്യായം 4-ാം തിരുവചനം ഇത് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 4-ൽ കിടക്കുന്നത് ഇപ്രകാരമാണ്. അത് ഒരു ഉദരരോഗിയാണ്. എന്ന് പറഞ്ഞാൽ ഉദര സംബന്ധമായ രോഗാവസ്ഥയിലുണ്ട്, മഹോദര രോഗി. യേശു അവനെ അടുത്ത് വിളിച്ചു. ഇന്ന് ആരൊക്കെ ഈ ടോക്ക്, ഇത് പ്രത്യേകം കൃപ കിട്ടിയവരാണ് ഈ വചനം കേൾക്കുന്നത്. ഇത് കുറെ സമയം എടുക്കുന്ന ശുശ്രൂഷയൊക്കെയാണ്. ചിലരൊക്കെ ചോദിക്കും, എന്റെ അച്ഛാ, കർത്താവിന്റെ ദൈവമക്കളെ, ഇത് ഈ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മൾ വിളിക്കും, അടുത്തിരിക്കാനായിട്ട് സമയം കൊടുക്കും. നീ സമയം കൊടുക്കണം. 14:4 ആ മഹോദര രോഗി കർത്താവിന് സമയം കൊടുത്തു. കർത്താവിന്റെ അടുത്ത് അവനിരുന്നു. വേണോ, യേശു അവന്റെ അടുത്ത് പോവുകയല്ല ചെയ്തത്, മറിച്ച് എന്താണ്, അവന്റെ അടുത്തേക്ക് പോയി. മറ്റുള്ളവർ പോലും ഒന്നും പറയുന്നില്ല. യേശു ചോദിക്കുന്നുണ്ട്, പിന്നെ സൗഖ്യം കൊടുക്കണം. അവരൊക്കെ നിശബ്ദരായി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആരുമില്ല ജീവിതത്തിൽ. പക്ഷെ അതിന്റെ കർത്താവുണ്ട്. നീ കർത്താവിലേക്ക് ഓടിപ്പോണം. അവൻ എന്ത് ചെയ്തു? മഹോദര രോഗി അടുത്ത് വിളിച്ചപ്പോ അവൻ അടുത്തേക്ക് ചെന്നു. ഈശോയുടെ അടുത്തേക്ക് അവൻ ചെന്നു. ഈശോയുടെ അടുത്തേക്ക് ചെന്ന ഉടനെ യേശു അവനെ അടുത്ത് വിളിച്ച് സൗഖ്യപ്പെടുത്തി അയച്ചു. പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് ഈ ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാനിത് എന്തിനാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഉറപ്പായി എന്തിനാണ് എന്നെ കർത്താവ് വിളിച്ചത്, കർത്താവ് എന്തിനാണ് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്, കർത്താവ് എന്തിനാണ് പ്രാർത്ഥിക്കാൻ കുറെ നേരം പറയുന്നത്, ഇടവകയുടെ ദൗത്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മാറി കർത്താവിന്റെ കൂടെ ഇരിക്കാൻ പറയുന്നത് എന്തിനാ ചോദിച്ചതിന് കർത്താവ് എനിക്ക് ഉത്തരം തന്ന ദിവസമാണ് സ്നേഹമുള്ളവരെ. കർത്താവ് തന്ന ഉത്തരം പരിശുദ്ധാമ്മ വഴി ഇങ്ങനെയാണ്: യേശു അവനെ അടുത്ത് വിളിച്ച് സൗഖ്യപ്പെടുത്തി അയച്ചു. അപ്പൊ നമ്മൾ ഓരോരുത്തരും, അച്ഛന് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രതിയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്. ആത്മസൗഖ്യം, എനിക്കൊരു സൗഖ്യം വേണം, ആത്മാവിന്റെ ഒരു സൗഖ്യം വേണം. ശുശ്രൂഷയിലൊക്കെ കൃപയോടുകൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആത്മാവിന് ഒരു സൗഖ്യത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണു. ഒപ്പം ലോക സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഇപ്പോഴത്തെ മാർപ്പാപ്പയൊക്കെ പറഞ്ഞ കാര്യം, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗാതുരമായ അവസ്ഥയിലൂടെയാണ് ലോകം പോകുന്നത്. ഈ ലോകത്തെ നേരിടാനായി നീ ഇരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ തിരുവചനം പറയണു, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് നീ വിശ്വസിക്കണം. ലൂക്ക 14:4, ലൂക്ക 13:13 ആ 2 തിരുവചനങ്ങൾ ഇങ്ങനെ തന്ന് നമ്മളോട് പറയാണ്: എന്റെ മക്കളെ, നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന കർത്താവാണ് ഞാൻ. അത് പരിശുദ്ധ അമ്മയാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഈ ആടുകളൊക്കെ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ പിടിച്ചു വലിച്ചത് കൊണ്ടുപോവില്ല, നീങ്ങില്ല. പക്ഷെ നല്ല ആടിനെ കുറിച്ച് അറിയുന്ന ആളാണെങ്കിൽ അത് വിളിച്ചിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെയാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, 1982 പരിശുദ്ധ അമ്മയുടെ എന്താ പറയുക, കോമൺ ആയിട്ടുള്ള വലിയൊരു പ്രത്യക്ഷീകരണം മെജുഗോറിയയിൽ സംഭവിച്ചത്. അന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇനി ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ട് പ്രത്യക്ഷപ്പെടുകയില്ല, ഇനി എൻ്റെ റെവലേഷൻസ് ഒക്കെ പ്രൈവറ്റ് റെവലേഷൻസ് ആയിരിക്കും, എൻ്റെ മക്കളോട് വ്യക്തിപരമായി ഞാൻ പറഞ്ഞു. സ്നേഹമുള്ളവര്, 1982 ഞാനൊന്നും ജനിച്ചിട്ടില്ല. അതിനു മുമ്പ് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇനി പ്രൈവറ്റ് റെവലേഷൻ നമ്മൾ ഓരോരുത്തരിലൂടെയും പരിശുദ്ധ അമ്മ സംസാരിക്കുകയാണ്. അമ്മയുടെ പുസ്തകങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കുറെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ആ രഹസ്യമൊക്കെ പറഞ്ഞു തരുന്നത്. എൻ്റെ മോന് ഇനി വ്യക്തിപരമായി ഞാൻ ഓരോരുത്തരുടെ അടുത്തേക്ക് പോകും, അവരെ ഞാനിങ്ങനെ അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്കൊക്കെ വേണ്ടി എൻ്റെ മോൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ നമ്മൾ ഒരുക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ദിവസങ്ങളിൽ അമ്മയോട് ചേർന്ന് അമ്മയുടെ മകന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈ സമയത്ത് കർത്താവായ ദൈവമേ, ഇന്ന് മുതൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ആത്മസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആരൊക്കെ ഈ ധ്യാനം കൂടുന്നോ, ഈ ശുശ്രൂഷ വചന ശുശ്രൂഷയിലൂടെ ക്യൂൻ ലൈവ് മീഡിയ എന്ന് പറയുന്ന ഈ കുഞ്ഞു ചാനലിലൂടെ ശുശ്രൂഷ കാണുന്ന എല്ലാ ദൈവമക്കളെയും പരിശുദ്ധ മറിയം വഴി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗപീഠകളും എടുത്തു മാറ്റട്ടെ കർത്താവെ. അവന്റെ വചനം അയച്ച് രോഗിയെ സുഖപ്പെടുത്തും കർത്താവെ. തുടർന്ന് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ചൊല്ലാനിരിക്കുന്ന ഒരു അരമണിക്കൂർ നേരമുള്ള സൗഖ്യ പ്രാർത്ഥനയിലൂടെ സഭയിലുള്ള സകല വിശുദ്ധരായ വൈദികരോട് ചേർന്ന് അഭിമന്യ പിതാവിനോട് ചേർന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഒരു വലിയ സൗഖ്യമായി തീരാൻ ഇടവരുത്തണമേ. ഉദരസംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് 33 ദിവസം പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി യേശു സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ അഭിഷേകത്താൽ അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു കർത്താവെ. ഈ വചനത്തിന്റെ വലിയ അഭിഷേകത്താൽ ഏശയ്യ 53:5 അഭിഷേകത്താൽ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹിച്ച് സൗഖ്യം നൽകി ആത്മസൗഖ്യവും ലോകസൗഖ്യവും നൽകാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എന്നേക്കും ആമേൻ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, നിങ്ങളോട് പറഞ്ഞു ഈ ദിവസങ്ങളിൽ ഈ ഒരു ക്യൂൻ ലൈവ് മീഡിയ എന്ന് പറയുന്ന ചാനൽ പരിശുദ്ധ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അമ്മ പറഞ്ഞിട്ടാണ്, സ്വർഗരാജ്ഞിയുടെ തിരുനാൾ ദിവസമാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇനിയും കുറേ അധികം പേരോട് ഈ ചാനലിനെ കുറിച്ച് പറയണം. ഇതിൽ നമ്മൾ പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്ന പ്രൈവറ്റ് റെവലേഷൻസ്, ഉള്ളിൽ തോന്നുന്ന പ്രചോദനങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അത് നിങ്ങൾക്കും മാധവ് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അച്ഛന് അത് വീഡിയോ ആയിട്ടൊക്കെ അയച്ചു തരണം. നമ്മൾ അടുത്ത ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക കൃപകൾ നമ്മൾ ഇതിൽ പങ്കുവെക്കുന്നതായിരിക്കും. നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.